ഭവന പദ്ധതിക്കും ആരോഗ്യ മേഖലയ്ക്കും മുൻഗണന. പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. പാമ്പാക്കുട പാവപ്പെട്ടവർക്ക് വീട് നൽകുന്നതിനും ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകിക്കൊണ്ട് പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-27 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിനി ജിജോയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. പ്രസിഡന്റ് നെവിൻ ജോർജ് യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. ബഡ്ജറ്റ് ചുരുക്കത്തിൽ. ബഡ്ജറ്റിലെ പ്രധാന സാമ്പത്തിക കണക്കുകൾ താഴെ പറയുന്നവയാണ്. പ്രതീക്ഷിക്കുന്ന വരവ് 7,48,36,274 രൂപ. പ്രതീക്ഷിക്കുന്ന ചെലവ് 7,28,21,100 രൂപ. നീക്കിയിരിപ്പ് 62,37,394 രൂപ. പ്രധാന വകയിരുത്തലുകൾ. സേവന മേഖല 5,07,56,500 രൂപ. ഏറ്റവും കൂടുതൽ തുക അനുവദിച്ചിരിക്കുന്നത് സേവന മേഖലയ്ക്കാണ്. ഭവന പദ്ധതി ബ്ലോക്ക് പരിധിയിലുള്ള എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യത്തോടെ ഭവന നിർമ്മാണത്തിനായി 2,40,00,000 രൂപ വകയിരുത്തി. ആരോഗ്യ മേഖലയുടെ പുരോഗതിക്കായി 1,06,27,000 രൂപ നീക്കിവെച്ചു. ക്ഷേമ പദ്ധതികൾ ഭിന്നശേഷിക്കാർക്കുള്ള സ്കോളർഷിപ്പിന് 16 ലക്ഷം രൂപയും പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള വിജയഭേരി സ്കോളർഷിപ്പിന് 10 ലക്ഷം രൂപയും അനുവദിച്ചു. പാലിയേറ്റീവ് ആൻഡ് വയോജനക്ഷേമം വയോജനങ്ങൾക്കും പാലിയേറ്റീവ് പരിചരണത്തിനുമായി 22 ലക്ഷം രൂപ മാറ്റിവെച്ചു. വനിതാ ശിശു വികസനം ഈ മേഖലയ്ക്കായി 48 ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ഉൽപാദന മേഖല 62,97,500 രൂപ. ക്ഷീരമേഖല ക്ഷീര കർഷകർക്ക് പാലിന് സബ്സിഡി നൽകുന്നതിനായി 20 ലക്ഷം രൂപ മാറ്റിവെച്ചു. കാക്കൂർ കാളവയൽ 135 വർഷത്തെ ചരിത്രമുള്ള കാക്കൂർ കാളവയൽ കാർഷിക മേഖലയ്ക്കും കാർഷിക സെമിനാറുകൾക്കുമായി 2 ലക്ഷം രൂപ വകയിരുത്തി. സ്വയം തൊഴിൽ സംരംഭകർക്കായി 16 ലക്ഷം രൂപ നീക്കിവെച്ചു. പശ്ചാത്തല മേഖല 90,26,500 രൂപ. റോഡുകളുടെ നവീകരണത്തിന് 22 ലക്ഷം രൂപയും പൊതുകുളങ്ങളുടെ സംരക്ഷണത്തിനായി 11 ലക്ഷം രൂപയും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷീല ബാബു, ജോൺസൺ കെ വർഗീസ്, കെ ജി ഷിബു, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കുഞ്ഞുമോൻ ഫിലിപ്പ്, ജേക്കബ് ഫിലിപ്പ്, ജെസി ചാക്കോ തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു.